അതിൽ ശിർക്കുണ്ട്. ശിർക്കൻ വാദവുമായി കൊണ്ട് മുജാഹിദുകളെ ശിർക്കിലേക്ക് അള്ളാഹുവിൽ നിന്നും വിട്ട് ജിന്ന് പിശാചുകളിലേക്ക് ഭൂതവർഗങ്ങളിലേക്ക് പാവപ്പെട്ട മുജാഹിദുകളെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ച ഇദ്ദേഹത്തിന്റെ അനുയായികൾ പാവപ്പെട്ട മുജാഹിദുകൾക്ക് മുമ്പിൽ യാ ഇബാദത്തിൽ ശിർക്കുണ്ട് എന്ന് വ്യവസ്ഥ എഴുതാൻ തയ്യാറായില്ല. എന്നിട്ട് പിന്നെ ഇസ്തിആനത്ത് ബിൽ ജിന്നാണ് പ്രശ്നം എന്ന് പറഞ്ഞു നടന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും ആരോപണങ്ങളും വെല്ലുവിളികളുമായി നടന്നു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞെന്താ, സക്കരിയ സ്വലാഹി അതേപോലെ തന്നെ ഇക്യൂട്ടർക്ക് എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി, എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി ഇവരോട് സംവാദത്തിന് എന്ന് പറഞ്ഞു. ഇല്ലേ? അതുകൂടി ഒന്ന് കേൾപ്പിക്കണം. ഇനി ഒരു സക്കരിയ സ്വലാഹിക്ക് വേണ്ടി എത്ര ആൾക്കാരാ? സക്കരിയ സ്വലാഹിക്ക് വേണ്ടിയല്ല ഞങ്ങളാരും പ്രസംഗിക്കുന്നത്. അയാളെ എതിർക്കാൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി, അയാളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ. എന്റെ ശിഷ്യന്മാരാണ് ഇന്ന് ജാമിയ നദവിയയിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരും. അവര് പഠിപ്പിച്ച അവരുടെ വിദ്യാർത്ഥികൾ മതി ഈ വാദത്തെ ഗണ്ണിക്കാൻ, വളരെ കൃത്യമായി ഗണ്ണിക്കാൻ. അവരോട് സംവാദം നടത്താൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അവർ തന്നെ അതിന് മുന്നിട്ടിറങ്ങും. അതല്ലാതെ ഇതിന് TP വരണ്ട, ഇതിന് AP വേണ്ട, ഇതിന് മദനി വേണ്ട, ഇതിന് ഹംസബാക്കവി വേണ്ട, ഇതിന് ഇവിടെ ഇരിക്കുന്ന ഈ പണ്ഡിതന്മാരാരും ഇതിന് വേണ്ട, ഞാനും കൂടി വേണ്ട. ഞാനും എൻ്റെ അധ്യാപകനാണല്ലോ, ഞാനും വേണ്ട ഇതിന്. അവനെപ്പോലെ ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികൾ മതി. ഇതിന് ഹംസബാക്കവി വേണ്ട. നിങ്ങൾ കുറിച്ചു വെക്കണം സഹോദരന്മാരെ. എന്നിട്ട് ഇവിടെ മാന് പറഞ്ഞു, സംവാദത്തിന്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ പറഞ്ഞു. അങ്ങനെ സംവാദത്തിനു വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ആരാണ് മടവൂരി ചാര്യനായ നാസർ സുല്ലമിയുടെ കൂടെയുള്ളത്? നാസർ സുല്ലമിയുടെ കൂടെയുള്ളത് ഈ KK സക്കരിയ സ്വലാഹിയോടും ഫൈസൽ മുസ്ലിയാരോടും സംവാദം നടത്താൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി എന്ന് പറഞ്ഞു. അപ്പോ ഈ സംവാദ വ്യവസ്ഥ നടക്കുന്ന സമയത്ത് നാസർ സുല്ലമി പറഞ്ഞു ഫൈസൽ മുസ്ലിയാരോട്, എനിക്ക് കിതാബ് എടുത്തുകൊടുക്കാൻ 2 ആള് വേണം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, വേണ്ട, നമ്മൾ 2 ആൾ നടത്തിയ പോരെ, നിങ്ങളെ കിതാബ് ഞാൻ എടുത്തരാ, നിങ്ങളെ കിതാബ് ഞാൻ എടുത്തരാ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ അതിന്റെ പേരും പറഞ്ഞു. അദ്ദേഹം സംവാദത്തിനൊന്നും ഊരുന്ന് മനസ്സിലായപ്പോ ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു, എന്നാ ശരി, സംവാദത്തിന് കിതാബ് എടുത്തുകൊടുക്കാൻ 2 ആളും ഉണ്ടായിക്കോട്ടെ. നമ്മൾ വിചാരിച്ചു ഫൈസൽ മുസ്ലിയാരോടും KK സക്കരിയ സ്വലാഹിയോടും മുട്ടാൻ, സംവാദത്തിൽ പങ്കെടുക്കാൻ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി എന്ന് പറഞ്ഞപ്പോ കിതാബ് എടുത്തു കൊടുക്കാൻ അതിന്റെ ചോട്ടക്കുള്ള 2 ശിഷ്യന്മാര് മതിയാവുന്ന നമ്മൾ വിചാരിച്ചത്, നമ്മളങ്ങനെ വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോ കിബാറുൽ ഉലമ ഹംസബാക്കവി, മനസ്സിലായില്ലേ? ഹംസബാക്കവിയാണ് മടവൂരി ചാരന് കിതാബ് എടുത്തു കൊടുക്കാനുള്ളത്. ഞാൻ കിബാറുൽ ഉലമ എന്ന് പറയാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ലജ്നത്ത് ദായിമയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ, അതുപോലെ തന്നെ ഹിയായത്തുൽ ഇസ്ലാമിയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ, കേരള നദുവത്തിൽ മുജാഹിദീനും KJ എടുത്ത തീരുമാനങ്ങൾ പരിശോധിക്കാൻ ലോകത്തുള്ള ഒരു സലഫി പണ്ഡിതന്മാരെയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സമ്മേളനത്തിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കിബാറുൽ ഉലമ. ഇങ്ങനെ കിബാറുൽ ഉലമയാണ്, ഹനീഫ് കായക്കൊടിയാണ് കിതാബ് എടുത്തു കൊടുക്കാൻ വന്നത്. അല്ലേ? ആർക്ക്? മടവൂരി ചാരന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹനീഫ് കായക്കൊടിയുടെ ഒരു ഗതികേട് നോക്കണം നിങ്ങൾ. ഈ സലാം സുല്ലമിയും നാസർ സുല്ലമിയുമെല്ലാം മുജാഹിദുകൾ ശിർക്കലാണെന്ന് പറഞ്ഞപ്പോ അതിനെതിരെ നോട്ടുമായി KNM-ന്റെ സ്റ്റേജുകളിൽ ഈ നാസർ സുല്ലമിക്കെതിരെ സംസാരിച്ച ഹനീഫ് കായക്കൊടി ഇന്ന് ഈ നാസർ സുല്ലമി KNM-ന്റെ സ്റ്റേജിലെത്തിയപ്പോ അതേ മടവൂരിയൻ വാദം KNM-ന്റെ സ്റ്റേജിൽ നിന്നും പറയുന്നതിന് കിതാബ് എടുത്തൊടുക്കാൻ വന്നിരിക്കുന്നു. സഹോദരന്മാരെ, എന്താ അവസ്ഥ? അന്ന് മടവൂരികൾ പറഞ്ഞ അതേ വാദം ഇന്ന് KNM-ൽ നിൽക്കുമ്പോഴും എന്ന് പറയപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്ന ആ വാദമാണ്. അതിന് കിതാബ് എടുത്തൊടുക്കാൻ, നോട്ട് എടുത്തൊടുക്കാൻ ഹനീഫ് കായക്കൊടി. എന്നിട്ട് ഏതെങ്കിലും കിതാബ് എടുത്തൊടുത്തോ? എടുത്തൊടുക്കാൻ ഇല്ല പ്രിയപ്പെട്ടവരെ. സാധാരണ ഹനീഫ് കായക്കൊടി മലയാളത്തിൽ എഴുതിയ കുറിപ്പ് പോലും വായിക്കേണ്ട സ്ഥലത്തല്ല വായിക്കുന്നത്. പിന്നെ ഹനീഫ് കായക്കൊടി കിതാബ് എടുത്തൊടുത്താൽ എങ്ങനെ അദ്ദേഹം വായിക്കും? കിതാബിൽ ഹർക്കത്ത് ഉണ്ടാവില്ലല്ലോ. പിന്നെ ബാക്കവി ഒരു മൂലക്കിൽ നിന്ന് എല്ലാം ഹർക്കത്തിടാന്ന് പറഞ്ഞാൽ അപ്പോ അതിന് സംവാദം കയ്യും ചെയ്യും. സഹോദരന്മാരെ, ഖുർആനിന്റെ ആയത്ത് പോലും തെറ്റിച്ചാണ്. 4 വരി വായിച്ചിട്ടുണ്ടെങ്കിൽ 40 തെറ്റുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം കൂടി പറയാൻ ഫൈസൽ മുസ്ലിയാർക്ക് അവിടെ സമയമില്ലായിരുന്നു.